കരിമിഴിക്കുരുവിയെ കണ്ടീല, ചിരിമണി ചിലമ്പൊലി കേട്ടീല, ഈ പണ്ടേ എന്നോടൊന്നും. ആ നാത്തൂനേ വാ. ഞാനേ രവിയേട്ടനുള്ള ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാത്തൂന് വേണമെങ്കിൽ ഒരു ഗ്ലാസ് തരാം. അല്ല, രവിയേട്ടൻ ഈ സമയത്ത് ചായ കുടിക്കുന്ന ആരാ പറഞ്ഞ? അല്ല, പറഞ്ഞൊന്നുമില്ല. പക്ഷെ നമ്മൾ മുന്നേ ഉള്ള ശീലങ്ങളൊക്കെ മാറ്റണമല്ലോ. ഞാൻ നേരത്തെ ഈ വീട്ടിലെ വെറും പെയിൻ ഗസ്റ്റ് ആയിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ. നാട്ടൊന്നും എന്തായാലും പോയി റെസ്റ്റ് എടുക്ക്. പ്രായമായി വരുമല്ലേ, നമ്മൾ നമ്മുടെ ശരീരമൊക്കെ നോക്കണം. എനിക്ക് പിന്നെ ശ്രീകുട്ടിയെ പോലെ നമ്മളെപ്പോഴും ഈ ഒരുങ്ങി കിട്ടിയെന്നല്ലോ നടക്കുന്നത്. നമ്മളെ ഫുൾട്ടൈം അടുക്കളയിലെ പണിയും കാര്യങ്ങളും നടക്കുമ്പോ ചിലപ്പോ ഇങ്ങനത്തെ ലുക്കൊക്കെ തോന്നുമായിരിക്കും. അതുകൊണ്ട് തോന്നുന്നതാ പ്രായമായത് കേട്ടോ. അല്ലേലും നാത്തൂന് നല്ല നാച്ചുറൽ സൗന്ദര്യമാണല്ലോ. ആ അതെ, എന്റെ രവിയേട്ടന് നാച്ചുറൽ സൗന്ദര്യമാണ് ഇഷ്ടം. ആക്കും എന്നോട് അങ്ങനെ പറയാറുണ്ട്. എന്തൊന്ന്? അല്ല, പിന്നെ ഞാൻ ഈ കുടുംബത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കുന്നൊന്നും നാത്തും വിചാരിക്കരുത്. എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. മോളെ, പാൽ എന്തിനാടി വാങ്ങിച്ച? ഇവിടെ പാൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ. ശ്രീകുട്ടി എന്റെ വേണ്ട വാങ്ങിച്ച. അങ്ങനെ ശ്രീകുട്ടി പാലുണ്ടല്ലോ. ഇവിടെ പാക്കറ്റ് പാലല്ലേ ഉപയോഗിക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ കാർത്തൂന്റെ അടുത്ത് നല്ല നാടൻ പശുമ്പാല് കിട്ടുന്ന റിങ്കിമോളാ പറഞ്ഞ. എന്നാ പിന്നെ ഇനി മുതൽ നാടൻ പശുമ്പാലാക്കാന്ന് വിചാരിച്ചു. ഈ നാടൻ പശുമ്പാലില് കുങ്കുമപ്പൂവൊക്കെ ഇട്ട് കുടിച്ചാലുണ്ടല്ലോ. ആന്റി, എനിക്കും കൂടി ഒരു ഗ്ലാസ് നന്നായിട്ട് കലക്കി എടുത്തോ. എപ്പ എടുത്തോന്ന് ചോദിച്ചാ മതി. ഈ പാലിന് അങ്ങനെ പശുപാല് നാടൻ പാലെന്നൊക്കെ ഉണ്ടോ? പാക്കറ്റ് പാലായാലും ഇതായാലും കുടിക്കുമ്പോ ഒന്നല്ലേ. എന്റെ നാത്തൂനെ, നല്ല നാടൻ പശുമ്പാലില് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കലക്കി കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ തൊലിയൊക്കെ പാലിനേക്കാളും വെളുക്കും. കുടുംബം അതിനേക്കാളും വെളുക്കും. എന്തായാലും പറഞ്ഞായിരുന്നോ? കുങ്കുമപ്പൂവിനൊക്കെ നല്ല വിലയാന്ന് പറഞ്ഞതാ. വില കൂടിയാൽ എന്താ? ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചതല്ലേ നമ്മുടെ ഈ സൗന്ദര്യം. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. തിളച്ചു തിളച്ചു. ആ തിളച്ചു തിളച്ചു. കണ്ടോ, നിറം മാറി വരുന്നത് കണ്ടോ? ആർക്കായി 2 ഗ്ലാസ്? ഒന്ന് മാക്കൂനും ഒന്ന് എനിക്കും. പിന്നെ രവിയേട്ടനുള്ള ചായ ആ പാത്രത്തിൽ ഇരിപ്പുണ്ടേ. വേണേ നാത്തൂനെ എടുത്ത് കുടിച്ചോ. അല്ല വേണ്ട, രവിയേട്ടന് ഞാൻ തന്നെ രവിയേട്ടന് ഞാൻ കൊടുത്തോളാം. ഞാൻ കൊടുത്തോളാം. കൊടുത്തോളോ? ഓ കൊടുത്തോളാം. നാത്തൂന് കുങ്കുമപ്പൂ വേണ്ടായിരിക്കുമല്ലോ അല്ലേ? അല്ല, ഈ പുലിനട വീട്ടുകാര് ഭയങ്കര അഭിമാനികളാന്ന് കേട്ടിട്ടുണ്ടേ. അല്ലെങ്കിൽ തന്നെ ഈ പുലിനടക്കാർക്ക് കുങ്കുമപ്പൂ ഇട്ട് കളർ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ രവിയേട്ടൻ ചിലപ്പോ ആവശ്യം വരും. ഡെയിലി ഇച്ചിരി പാലില് കലക്കിയിട്ട് കുടിച്ചാ എങ്ങാനും രവിയേട്ടൻ വെളുത്താലോ. അത് കൊടുത്തിട്ട് വരാവേ. പിന്നെ നാത്തൂനെ അവിടെ കുങ്കുമപ്പൂ ഇരിപ്പുണ്ട്. നാത്തൂന് വേണമെങ്കിൽ എടുത്ത് കലക്കി കുടിച്ചോ. ഓ വേണ്ട. അങ്ങനെ ഇപ്പൊ അവള് മാത്രം കലക്കി കുടിച്ച് സൗന്ദര്യം ഉണ്ടാക്കണ്ട. എവിടെ കപ്പ? മക്കളെ റിങ്കി, മക്കളെ എന്തമ്മാ? കണ്ടേ, ഇതങ്ങോട്ട് വലിച്ചു കുടിക്കാലോ. ഇതേ സാധാരണ പാലല്ല, കുടിച്ചോ നല്ല സൗന്ദര്യം വരും. ചുണ്ണമ്പുള്ളോ? സാധാരണ പാലല്ലോ. മകളിത് കുടിയടി. കുടിക്കാം. സൗന്ദര്യം വരുന്നു. എടി, പാല് കുടിച്ച ആരോഗ്യം ഉണ്ടാവും, സൗന്ദര്യം വരുന്നു. ഇതാര് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ അറിവും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. മക്കളിത് കുടിയടി. അതെ, എനിക്ക് കുറച്ച് കുങ്കുമപ്പൂ വേണം. മോളെ, ഒരു കാര്യം ചെയ്യ്. ആ പൂജാമുറി ചെന്ന് കുറച്ച് കുങ്കുമം എടുത്ത് കുറച്ച് പൂവും കൂടെ പറിച്ചുകൊണ്ടിടാൻ. നല്ല തമാശ. അല്ല, ഞാൻ ഈ കുങ്കുമപ്പൂ ഇപ്പൊ എവിടെ പോയി വാങ്ങിച്ചോണ്ടിരും? അല്ല, നിനക്കിപ്പോ കുങ്കുമപ്പൂവിന്റെ ആവശ്യമുണ്ട്. സാധാരണ ഗർഭിണികളാണ് കുങ്കുമപ്പൂ. മണി കിളവന്റെ മനസ്സിലെടുപ്പോളോ? അതെ, രവിയൻ എന്റെ ഫീലിങ്സ് മനസ്സിലാവാത്തോണ്ടാണ്. മക്കള് കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും പറയും അച്ഛനമ്മമാരെ ആവശ്യത്തിന് കുങ്കുമപ്പൂ ഇട്ട് പാലൊന്നും കൊടുക്കാത്തോണ്ടാണ് അവർക്ക് സൗന്ദര്യം ഇല്ലാതായി പോയത്. അങ്ങനത്തെ തോന്നലൊന്നും വരുത്തരുതല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടി ഇവൾക്കാ സൗന്ദര്യം ഇല്ലാത്തത് അല്ലേ? എന്താ മൂന്നുപേരും കൂടെ സൗന്ദര്യത്തെ കുറിച്ച് ഒരു സംഭാഷണം? എന്റെ സ്ത്രീക്കുട്ടി ഒന്നും പറയണ്ട.
പാലില് കുങ്കുമപ്പൂ ചേർത്ത് കുടിച്ചാലേ സൗന്ദര്യം ഉണ്ടാവുന്ന ഇവിടുത്തെ ഏതോ ഒരു മണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അല്ല അത് ശരിയാണ്. നമ്മുടെ ഐശ്വര്യ റായേ എന്നും കുങ്കുമപ്പൂ ഇട്ട പാലാ കുടിക്കുന്നേ. ഈ പ്രായത്തിൽ അവർക്ക് എന്തൊരു സൗന്ദര്യമാ. പ്രായത്തിന്റെ കാര്യത്തിനൊന്നും അല്ല. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പുലിനടയിലായിരിക്കുമ്പം അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് കാശ്മീരിൽ നിന്ന് നല്ല 1ാം ക്വാളിറ്റിയിലുള്ള കുങ്കുമപ്പൂ ഇറക്കുമായിരുന്നു. അതിട്ട് കലക്കിയ പാല അമ്മ തരുമായിരുന്നു. അറിയോ? ഇത് പറ്റി ഒന്നുമില്ലേ? അല്ല എന്ത് വരുന്നു ഇവിടെ പുലിയുടെ വീടിനെ കുറിച്ച് സംഭാഷണം? ദേ നമ്മുടെ കുടുംബത്തെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഈ ചേകവരോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. മാക്കു പാൽ ഇഷ്ടപ്പെട്ടോ? ഒരു ഗ്ലാസും കൂടെ എടുക്കട്ടെ? വേണ്ട, ഇപ്പൊ വേണ്ട. ഈ ഒറ്റത്തടിയനെ 1 മാസം കൊണ്ട് ഞാൻ ശരിയാക്കി എടുക്കും. അയ്യോ, ശരിയാക്കാൻ വേണ്ടി അങ്ങ് പോഞ്ഞ കുളത്തിലല്ലേ ഇരിക്കുന്നത്. പുലിനടയിൽ ജനിച്ച എല്ലാവർക്കും ജനിക്കുമ്പോ തന്നെ ജന്മനാ നല്ല സൗന്ദര്യ ലുക്കും ഒക്കെ ഉണ്ട്. ഇനി അതിൽ കൂടുതലൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അല്ല അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പെങ്ങളെ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ അളിയ താണ്ട ഈ തൊലിവെളുപ്പെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ അല്ലാതെ അതിലൊന്നും ഒരു കാര്യം ശ്രീകുട്ടിക്ക് അറിയാമോ? ലോകത്തെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരും ആരാന്നറിയുമോ? ആരാ? 200-കാരാ. ഞാൻ പത്രത്തിൽ വായിച്ചതാ. അതെ. അല്ല രവിയേട്ടൻ ആ പറഞ്ഞത് വെറുതെയാ. എന്തെങ്കിലും എനിക്ക് കുറച്ചും കൂടെ വെളുപ്പാകണമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ? അത് പിന്നെ തന്റെ സൗന്ദര്യവും വെളുപ്പവും ഒക്കെ കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് ആർക്കാണ് തോന്നാത്തത്? അതെ അതെ അതെ, നെയ് കൂടിയോണ്ട് പത്തിരിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എന്തായാലും ഇവിടത്തെ സെറ്റപ്പ് മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കണം. ആദ്യം ഈ വീടിനൊന്ന് സുന്ദരിയാക്കി എടുക്കണം. വീടിന്റെ സെറ്റപ്പ് ഒന്നും ആരും ഒന്നും മാറ്റണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ വീടിന്റെ സെറ്റപ്പ് അല്ല മാറ്റേണ്ടത്. വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് കേട്ടോ. അയ്യോ ഒന്ന് നിർത്തോ. സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞു ആ വാക്കിന്റെ അർത്ഥം വരെ കളയാതെ. നീ ചെടിക്ക് വെള്ളം ഒഴിച്ചാ? എനിക്കറിയാം നീ ചെയ്യൂലെന്ന്. പൂവ കിട്ടില്ല, ചെടിയിലെങ്കിലും 2 പൂ കിട്ടും നോക്കട്ടെ. മണി ഇവൾക്ക് ഇതെന്തോന്ന്? അല്ലെ ഏതോ ഒരു വിവരദോഷി ഒരു മണ്ടി പറഞ്ഞു കൊടുത്ത് കുങ്കുമപ്പൂല് വാലിട്ട് എന്തൊക്കെ എന്താ അതിനോട് കുങ്കുമപ്പൂ നോക്കിയുണ്ടോ? അയ്യോ എന്തോന്ന് ഇത്, ഒരു കാലത്തും ഗതി പിടിക്കാത്ത. എത്ര വെള്ളം ഒഴിച്ചാലും വളം ഇട്ടാലും ഗതി പിടിക്കൂല. കുരുട് പിടിച്ച പോലത്തെ പൂക്കൾ. നല്ല രീതിയിൽ പൂക്കളൊന്ന് പ്രതിജ്ഞ എടുത്തോണ്ടിരിക്കുകയാണോ? ആശയുടെ വീട്ടിലാണെങ്കിൽ കാണണം പല കളറിലുള്ള പൂക്കൾ. നമ്മളടുത്ത് മാത്രം ഇങ്ങനെ. ഇതെന്തുവാടി അകത്തെ അംഗം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ചെടികളോട് അംഗം വിട്ടുകയാണോ? ചേട്ടനോടൊരു കാര്യം ചോദിക്കണം വിചാരിച്ചോണ്ടിരിക്കുക. ഞാൻ ചേട്ടന്റെ ആരാ? എന്റെ പെങ്ങള് അല്ല, നമ്മള് രക്തബന്ധമല്ലേ? ആണല്ലോ. ഉറപ്പാണല്ലോ. സംശയം എന്താ? നമ്മുടെ കുടുംബത്തിനെ ഒരു വിലയുണ്ട്, നിലയുണ്ട്, പേരുണ്ട്. അത് ചേട്ടനായിട്ട് കളഞ്ഞു കുളിക്കരുത്. ഞാനെന്തോ ചെയ്തെന്നാ നീ പറഞ്ഞു? അതെ, അവളുണ്ടല്ലോ ഈ വീട്ടിലെ ഒരു പേയിങ് ഗസ്റ്റ് മാത്രമാണ്. ഇവിടെ വന്ന് എല്ലാവരുടെ കാര്യം ഭരിക്കണ എന്തിനാണ്? പ്രത്യേകിച്ച് ചേട്ടൻ എനിക്ക് തീരെ സഹിക്കണില്ല കേട്ടോ. അല്ല നീ ആരുടെ കാര്യം പറഞ്ഞു വരുന്നേ? ഈ വീട്ടിൽ എത്ര പേയിങ് ഗസ്റ്റുകളുണ്ട്? ശ്രീകുട്ടിയുടെ ശ്രീകുട്ടിയുടെ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല കുട്ടി. ചേട്ടാ ഇത് ശരിയാവൂല. ഈ പോക്ക് നല്ലതിനല്ല ചേട്ടാ. നമ്മൾക്ക് വീട്ടിലെ കാര്യം നമ്മളല്ലേ അന്വേഷിക്കേണ്ടത്? വാടക കാര്യങ്ങളാണോ കയറി ഭരിക്കേണ്ടത്? അല്ലേ? എനിക്കിപ്പോ ഇത് എന്റെ വീട് തന്നെയാണോ സംശയമായി. ഞാനൊരു മാതിരി വാടകക്കാരി പോലെ ആയിപ്പോയി. നീ ഇത് ആരുടെ കാര്യമാ പറഞ്ഞു? ഇനി അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഒരുമാതിരി ഒന്നും അറിയാത്ത പോലെ പെരുമാറല്ലേ? ശ്രീകുട്ടി എന്ന് പറഞ്ഞാലേ സബ് ഇൻസ്പെക്ടർ അല്ലയോ? പക്ഷെ അതിന്റെ ഒരു ഗമയൊന്നും അവള് നമ്മുടെ അടുത്ത് എടുക്കത്തില്ല. നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മുടെ ഒരു അംഗത്തെ പോലെ അവള് പെരുമാറുന്നത്. പാവുക. സബ് ഇൻസ്പെക്ടർ അങ്ങ് സ്റ്റേഷൻ ഭരിക്കലേക്ക് അവിടെ മതി. ഇവിടെ വന്ന് ഭരിക്കാൻ പറ്റില്ല. ഇത് എന്റെ വീടാണ്, മനസ്സിലായല്ലോ? ഞാനാണ് ഈ വീട്ടിലെ ഗ്രഹന്നത്. ചേട്ടാ ഇത് ഒരു നടക്ക് പോവില്ല. ചേട്ടന്റെ വില കളഞ്ഞു കുളിച്ചോണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? ചേട്ടാ ഇത് ഉദ്ദേശം വേറെയാണ്. ഇവളിതൊക്കെ ചെയ്യണത് ചേട്ടനെ വളയ്ക്കാൻ വേണ്ടിയാണ്, എനിക്ക് ഉറപ്പാണ്. ചിരിച്ചോണ്ടങ്ങ് നിൽക്കുന്ന കാണാറുണ്ടല്ലോ. അയ്യോ ഇന്നലെ വന്ന ശ്രീകുട്ടിയാണോ ഞാനാണോ വലുത്? എനിക്ക് ഇപ്പൊ അറിയണം. ആ കുടിച്ച പാല് വയറ്റി കിടന്ന് ഇങ്ങനെ ഇളകി മറിയ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇളക്കി ചേട്ടനും കൂടെ അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇളക്കല്ല് വീഴല്ലേ. നീ ഇതാരുടെ കാര്യം? ഇനി അത് ദൈവമേ ചേട്ടാ, ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം ഒന്നും ചേട്ടനെ അറിയാഞ്ഞിട്ടാണ്. പെമ്പിള്ളേരെ നിലയ്ക്ക് നിർത്തണം. ഇല്ലെങ്കിൽ തല കയറി നിന്ന് പരന്നോട്ടും കുച്ചിപ്പൊടിക്കണം ഒരുമിച്ച് കളിക്കും. ആണോ ചേട്ടാ? ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, മനസ്സിലായില്ലേ? വരച്ച വരയിൽ നിർത്തിക്കണം. നമ്മളെ പുലിനാട വീട്ടിലെ ആൾക്കാരാണ്. നമുക്ക് അങ്ങനെ ആരെങ്കിലും കയറി
നമ്മളെ ഭരിക്കാനൊന്നും നമുക്ക് നിന്ന് കൊടുക്കാൻ പാടില്ല. അത് അപ്പൊ വളരെ ഞാൻ എന്റെ നല്ലത്. കാര്യം തന്നെ ആലോചിച്ചു. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ ഞാൻ രവിയേട്ടനെ വരച്ച വരക്കിട്ടേക്കെന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞപ്പുറം ചാടി കിടക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതാണ് എന്റെ കഴിവ്. ആ, മനസ്സിലായോ? അത് ഭർത്താവിനെ നീ നല്ലപോലെ വിലക്ക് നിർത്തുന്നുണ്ട്. എക്സാക്ട്ലി. അല്ല അങ്ങനെ തന്നെ അല്ലയോ ഞാനും. അല്ല ഇപ്പഴല്ല, കല്യാണം കഴിച്ചു കഴിയുമ്പോ ഞാനും അങ്ങനൊക്കെ അയക്കും ഒന്ന് പറഞ്ഞു വരിക. ചേട്ടൻ കല്യാണം കഴിക്കുന്നില്ലല്ലോ. എന്റെ മണിക്കുട്ടൻ ചേട്ടൻ എന്നും എന്റെ സഹോദരനായിട്ട് തന്നെ നിൽക്കൂലേ? അങ്ങനെ ഒരുത്തിക്ക് ഞാൻ വിട്ടു കൊടുക്കൂല. വല്ല മോഹം ഉണ്ടെങ്കിലേ മനസ്സിൽ വെച്ചേരെ. രവിയേട്ടന്റെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറ്റി ഞാൻ കുട്ടപ്പനാക്കി എടുക്കാം. സത്യത്തിലേ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ തേച്ച പാടുകളൊക്കെ മാറും, വെളുക്കും. എന്റെ രവിയേട്ടാ, രവിയേട്ട് വെളുക്കണോന്നൊരു ആഗ്രഹം പറഞ്ഞില്ലേ? ആ. നമുക്ക് ഈ ഫേഷ്യൽ ചെയ്ത് നോക്കാന്നേ. പരീക്ഷിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. അതില്ല, അത് നല്ല കാര്യം തന്നെ. പിന്നുണ്ടല്ലോ ഈ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കട്ടി കഴിയുമ്പോ ഉണ്ടല്ലോ മമ്മൂക്ക വരെ അങ്ങ് മാറി നിൽക്കും. അതെയോ? ആഹാ, ഇതെന്തോന്ന് കോലം ഇത്? മണി നന്നായിട്ടില്ലേ? ഞാൻ ഇടിച്ചിടും. നാണമില്ലല്ലോ മനുഷ്യ ഇങ്ങനെ കോലം കിട്ടിക്കൊണ്ട് നടക്കാൻ. അല്ല നാത്തൂനെ, ഈ വീട്ടിലെ ഓരോ അംഗത്തിന്റെ മനസ്സറിഞ്ഞ് പെരുമാറുന്നോളാ ഞാൻ. പാവാവേണ്ട അടുത്ത് പാവാവും, പോലീസാവേണ്ട അടുത്ത് പോലീസോ. പക്ഷെ ഇവിടെ ഞാൻ പോലീസുകാരി ആവത്തില്ല കേട്ടോ. ഇവിടെ പോലീസുകാരിയായിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ സോൾവ് ചെയ്യാൻ വീട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം. അല്ല മണി, ഇപ്പൊ എന്തോന്ന് പ്രശ്നം? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പിന്നീട് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പറഞ്ഞതാ. എടി നമ്മുടെ വീട്ടിലൊരു എസ് ഐ ഉള്ളത് നല്ലതല്ലേ? കോമാളി വേഷം രവിയിട്ടത്. നാത്തൂനെ, ഇത് കോമാളി വേഷമൊന്നുമില്ല, ഫേഷ്യലാ. ഇത് കഴിയുമ്പോ ഉണ്ടല്ലേ രവിയുടെ നന്നായിട്ട് വെളുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ ഇത് ഉണങ്ങും. നന്നായിട്ട് മുഖം കഴുകി തുടച്ചെടുത്തോണം കേട്ടോ. അതെ, ശ്രീകുട്ടി ഉണ്ടല്ലോ എന്റെ മുഖത്ത് പരീക്ഷണം നടത്തി പഠിക്കുക. എന്ത് കോലം മനുഷ്യ കെട്ടി വെച്ചിരിക്കുന്നത്. കൊച്ചു പയ്യനാവാനുള്ള ശ്രമമാണോ ഫേഷ്യലൊക്കെ ചെയ്തോട്ടെ വെളുത്ത് കിടക്കാനായിട്ട്? എന്തോന്ന് മണി? എന്തോന്ന് മണിന്നാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് എന്തോന്നാണ് കാണിച്ചു കൂട്ടുന്നത്? നാളെ മനുഷ്യൻ. ഇതൊക്കെ അവളുടെ തമാശയാണെന്ന്. അതെ, ആരും ആയിക്കോട്ടെ, നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ തലയിൽ കയറുന്ന ഡാൻസ് ചെയ്യും. അതിനോട് ആരെങ്കിലും തലയെ കൂട്ടോട്ടിയാണ് നടക്കുന്നത്? അല്ല, ഞാനിവിടെ വടി പോലെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഈ വീടിന്റെ ഗ്രഹനാഥ ഞാനാണ്. എന്നെ മറികടന്ന് വീടിന്റെ ഭരണം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പോലീസിനോടാണ് നിന്റെ കളി. പോലീസും പട്ടാളവും പുല്ലാണ്. അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കും. എന്തോന്നാണ് എല്ലാ കാര്യത്തിനും ഭരിക്കണത്? നിനക്കിത് എന്തോന്നും മണി? എനിക്ക് എന്തോന്നാ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിർത്തേണ്ടടുത്ത് നിർത്തിക്കോ രവിയേട്ട, ഞാൻ വാർണിംഗ് തന്നെയാണ്. അവളെ പേയിങ് ഗസ്റ്റ് ആണ്, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെയല്ലേ ഇവിടെ? കുടുംബത്തിലെ അംഗമാണെന്നും പറഞ്ഞിട്ട് എന്നെ ഭരിക്കാൻ വന്നിട്ടുണ്ടല്ലോ. ഇതിന്റെ താക്കോല് ഞാൻ ആർക്കും കൊടുക്കാൻ പോണില്ല. താക്കോലിങ്ങ കൈക്കലാക്കി ഭരണം നടത്താനുള്ള ഉദ്ദേശമാണ്. എടി, ഒരു വീട്ടിലാവുമ്പോ എല്ലാവരുടെ വാക്കുകളും കേട്ട് എല്ലാവരോടും സ്നേഹമായിട്ട് പോകുന്നതല്ലേ ഒരു നല്ല വീട്ടമ്മ. നീ നല്ലൊരു വീട്ടമ്മയാകും. ഞാൻ വീട്ടമ്മയായിട്ട് എന്റെ വീട്ടിലുള്ള ആൾക്കാരെ കാര്യങ്ങളൊക്കെ നല്ല അന്തസ്സായിട്ട് നോക്കുന്നുണ്ട്. അത് വേറെ ആരും ഏറ്റെടുക്കാൻ നടക്കണം. നിന്റെ അത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവിടെ ഇരുന്നോ. അതൊക്കെയാണെങ്കിൽ അവള് പറയുന്നത് ഫേഷ്യൽ ചെയ്യണം, നിറം വേണം. ഇപ്പം ചെയ്തപ്പം അവൾക്ക് ദേഷ്യം. അവള് ഇനിയിപ്പോ പ്രശ്നം നോക്കുവോ മണി? എങ്ങനെയുണ്ട്? ഇത് ഡാൻസ് മാസ്റ്റർ വിക്രം വരെ പേടിച്ചോടും അച്ഛൻ്റെ ഈ കൊല്ലം കണ്ടിട്ട്. ഇതാ തോന്നുന്നു മോളെ, വെളുക്കാനായിട്ട് ചെയ്തല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ പഴഞ്ചൻ കാലം വിട്ടിട്ട് പുതിയ മോഡേൺ ആയിട്ടൊക്കെ ചിന്തിക്കുന്നതൊക്കെ നല്ലത് തന്നെ. അതാണ്. പിന്നെ വെളുക്കാനായിട്ട് മുഖം മാത്രം തേച്ചിട്ട് കാര്യമില്ല, പിന്നെ ദേഹം മൊത്തം തേക്കേണ്ടി വരും. ഓ അസൂയ, നിനക്ക് കുറച്ച് കളറുണ്ട്, അതിന്റെ അഹങ്കാരൊന്നും വേണ്ട. അത് ഞാനെന്ത് ചെയ്യും? എന്റെ അമ്മയുടെ കുറച്ച് കളർ എനിക്ക് കിട്ടി, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അമ്മയുടെ കളർ കിട്ടി. അതെ, അച്ഛൻ ഈ കളർ ആയത് എങ്ങനെ അറിയുമോ? അച്ഛന്റെ ചെറുപ്പകാലത്ത് നല്ല പൊരി വെയിലത്ത് അധ്വാനിച്ച് ചോര നീരാക്കി അധ്വാനിച്ച് അതിന്റെ ഫലമായിട്ടാണ് ഈ കളറ്. പിന്നെ അതിലിപ്പോഴും എനിക്ക് അഭിമാനമേ ഉള്ളൂ. അച്ഛൻ അഭിമാനിച്ചോ? ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ കളർ കുറഞ്ഞു പോയെന്നോ അങ്ങനെ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയോ? പിന്നെ എന്തിനാ അച്ഛൻ ഇതൊക്കെ വലിച്ചൊരു മുഖത്തിടേണ്ട ആവശ്യം എന്താണ്? മക്കളെ, ഇതേ നമ്മുടെ ശ്രീകുട്ടിയുടെ വേലയാണ്. അവള് പറഞ്ഞ് ഈ മുഖത്തെ കറുത്ത പാടൊക്കെ പോകുന്നു, അങ്ങനെ അച്ഛൻ ഇട്ടതാണ്. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് പറയടി. അമ്മയ്ക്ക് ഈ വീട്ടിലെ സ്ഥാനം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതുമായി ബന്ധപ്പെട്ടൊരു പൊട്ടലും ചീറ്റിലൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. പൊട്ടലും ചീറ്റിലോ? ഞാൻ കുറച്ചു മുമ്പ് താഴെ പോയി നോക്കിയപ്പോഴേ
അമ്മ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ചുമലിട്ട് ഇടിച്ചിട്ട് എന്റെ സ്ഥാനം ഞാൻ ആർക്ക് വിട്ടുകൊടുക്കില്ല, ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിന്റെ ഇവൾക്ക് എന്തിന്റെ കേടത്? അത് പിന്നെ ശ്രീകുട്ടി ആന്റിക്ക് സർക്കാർ ജോലി, അമ്മയ്ക്കാണെങ്കിൽ വീട്ടു ജോലി. അതിന്റെ ഒരു അപകർഷാബോധം. ഇതൊന്ന് അപകർഷാബോധം എന്ന് വെച്ചാ ഈ വീട്ടില് മറ്റുള്ളവരെക്കാളും താൻ ചെറുതായി പോയി എന്നൊരു തോന്നൽ. ആ തോന്നൽ മാറ്റിയെടുത്തേ പറ്റൂ വെച്ചാ. അത് മാറ്റണം. പക്ഷെ അത് ഈ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? ഹാ അയ്യേ, ചോപ്പിനാണെന്ന് ഇത്രയും കാലമായിട്ട് അറിയത്തില്ല. അവിടെ ബോംബ് പൊട്ടിയെന്ന് തോന്നുന്നു. അതുപോലെ അറിയത്തില്ല. ആ വാ വാ പോയി നോക്കാം. ചോപ്പ് മതി, അല്ല ചോപ്പിനെ ഫ്രീക്വൻസി കൂടുതലുള്ളൂ. അത് ഫ്രീക്വൻസി കൂടുതലേ ചോപ്പിന്. അല്ല, കടും നീലക്കാണ് ഫ്രീക്വൻസി കൂടുതൽ. അയ്യേ, ചോപ്പിനാണെന്ന് ഇത്രയും കാലമായിട്ട് അറിയത്തില്ല. എസ് ഐ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അറിയത്തില്ല. അല്ലേ, ഈ ചുമപ്പ് അടിച്ചിട്ട് അതിന് മേലെ ചുമന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കാനാ? അത് ശ്രദ്ധിക്കത്തില്ല. ആരും ശ്രദ്ധിക്കാൻ വേണ്ടിട്ടില്ല. അതൊരു കോർഡിനേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അല്ല, നീലയുടെ കൂടെ ചുമപ്പ് നിന്ന് കഴിഞ്ഞാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഈ ചോപ്പ് നീല ഇതെന്തോ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. അല്ല, നീല ചുമപ്പ് തന്നെയാ കോമ്പിനേഷൻ. അത് അത് തന്നെ. ചോപ്പും ചോപ്പും മതി, അതാ നല്ലത്. ഒരു കളർ സെൻസ് ഇല്ലാണ്ട് ഇറങ്ങിയേക്കുവാ. കളർ സെൻസ് ഇല്ലെന്നോ? ആർക്കാ കളർ സെൻസ് ഇല്ലാത്ത? ഒന്ന് മിണ്ടാതിരിക്കാവോ? എന്റെ കഷ്ടകാലത്തിന് ഏത് കളർ അടിക്കണമെന്നും ചോദിച്ചു. എന്ത് അളിയാ? എന്ത് കാര്യം? അളിയനൊന്നും അറിഞ്ഞില്ലയോ? ഇല്ല, എന്ത്? ഒന്നുമില്ല. പിന്നെ എന്ത് വേളം കേട്ടെ? ഇവിടെ വേളം കേട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കളരിപ്പരയ്ക്ക് പെയിന്റ് അടിക്കുന്ന കാര്യം ഞാൻ അളിയനോട് പറഞ്ഞായിരുന്നല്ലോ. ആ പറഞ്ഞിട്ട് അത് ഏത് കളർ വേണമെന്ന് എന്റെ കഷ്ടകാലത്തിന് ഇതുങ്ങളോട് ഞാൻ ചോദിച്ചു വേളിയാ. അപ്പൊ തുടങ്ങിയതാ അവിടെ. ഇത്രേ ഉള്ള ഈ നിസ്സാര കാര്യത്തിനാണ് ഇവിടെ കിടന്ന് ബഹളം. നിസ്സാര കാര്യോ? എന്റെ വീട്ടിലെ എന്റെ വാക്കിന് വിലയില്ലേ? വിലയില്ലേ? അല്ല, നാത്തുവിന് വിലയില്ലാത്തതല്ല, നാത്തുവിന് കളർ സെൻസ് ഇല്ല എന്നുള്ളത് സമ്മതിച്ചു തന്നേ പറ്റൂ. അല്ല, അതൊന്ന് സമ്മതിച്ചു. അതങ്ങനെ സംഭവിച്ചവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ വീട്ടില് എന്റെ ചേട്ടന്റെ തറയ്ക്ക് എന്ത് കളർ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ല, അതെന്റെ അതിനുള്ള അവകാശമാണ്. അവകാശമാണ്. മണിക്കുട്ട ഒരു അഭിപ്രായം ചോദിച്ചിട്ട് നീ ഇങ്ങനെ തുള്ളണോ? അതെ, അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ. ആ മണിക്കുട്ടൻ ചേട്ടനും രവിയേട്ടനും ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇന്നലെ വരെ മണിക്കുട്ടൻ ചേട്ടന്റെ ജീവൻ എന്ന് പറയുന്നത് ഞാനായിരുന്നു, അല്ലേ? ചേട്ടന്റെ പുന്നാരപ്പെങ്ങൾ ഞാനല്ലേ? അങ്ങനെ അല്ലയോ? രവിയേട്ടനാണെങ്കിൽ പിന്നെ എന്നെ വേണ്ട, ഞാനിവിടെ ഉള്ളതായിട്ട് കണ്ട ഭാവം പോലും ഇല്ല. അത് സത്യം. മണിക്കൂട ചുമ്മാ ഇരിക്കണം കേട്ടോ. മണി ഇവിടെ മറ്റുള്ളവരുടെ സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട് നാടൻ പാല്, കുങ്കുമപ്പൂവ്, പിന്നെ മുഖം വെളുക്കാനായിട്ട് ഫേഷ്യല്, നമ്മളെ ആണെങ്കിൽ വല്ല പാക്കറ്റ് പാലും തന്നിട്ട് ഒതുക്കി ഇട്ടേക്കാണ്. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ വയ്യ. നമ്മുടെ വാക്കിനൊരു വിലയില്ല, നമ്മുടെ സൗന്ദര്യവും വേണ്ട, നമ്മളെ പറ്റി ഒരു അന്വേഷണവും ഇല്ല. എനിക്ക് പറയാൻ വയ്യ. അളിയ, ഇങ്ങനൊന്നും ആകരുത് ഒരിക്കലും. ഭാര്യമാരോട് ഇങ്ങനെ പെരുമാറുന്നു. മണിക്കൂട്ട ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകില്ല കേട്ടോ. കരഞ്ഞോണ്ടാണ് പോയത്. ഈ നാത്തുൻ എന്തിനാ ഇങ്ങനത്തെ സംസാരമൊക്കെ സംസാരിച്ചിട്ട് പോകുന്നേ? ഒന്നുമില്ലല്ലോ, ഞാനൊരു SI അല്ലേ. അവിടെ ഇവിടെ കുത്തി സംസാരിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ അതെ അതെ, അവള് വിഷമിച്ചിട്ടാ പോയത്. ഞാൻ പോട്ടെ. രവിയേട്ടാ, ആ മുഖത്ത് കുന്ത്രണം കഴുകി കളഞ്ഞിട്ട് പോകും. അതിന്റെ കാര്യമൊന്നുമില്ല അളിയ. അത് അവിടെ ഇരിക്കുന്ന അളിയന്റെ ഒരു ഭംഗിയാ. കഴിയണോ? അല്ല, അത്രയും ഭാഗത്ത് വൃത്തിയോട് മാറുമല്ലോ. അളിയൻ ചെല്ലും. കഴുകിട്ട് പോ, അല്ലെങ്കിൽ അമ്മേത് കിട്ടും. ആണല്ലേ? അതെ, ഞാൻ കഴിയിട്ട് പോവാം. മണി മണി എന്നോടൊന്നും മിണ്ടണ്ടപ്പോ. മിണ്ടണ്ടേ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു നേരത്തേക്ക് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാം. ഞാൻ ചിരിക്കണോ? ചിരിക്കണോ കരയണോ എന്നുള്ള അവനവന്റെ ഇഷ്ടമാണ്. കരഞ്ഞോണ്ടിരിക്കുന്നതിനിടയില് ചിരിക്കണ പോലെ അഭിനയിച്ച് ഞാൻ ചിരിച്ചതിന്റെ എഫക്ട് കിട്ടുമോ? എന്തോന്ന് മണി? മണിക്കുട്ടി എന്ത് പ്രശ്നം? എന്ത് രവിയേട്ട എന്തെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് ചെയ്താലും ആദ്യം എന്റെ കുറ്റം പറയും, അല്ലേ? എപ്പോഴും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എടി, ഇപ്പൊ ഇവിടെ എന്ത് പറ്റി? നിങ്ങളൊരു കാര്യം പറ, എനിക്ക് സൗന്ദര്യം ഉണ്ടോ? സൗന്ദര്യം എനിക്ക് ഇപ്പൊ അറിയണം. എനിക്കാണോ ശ്രീകുട്ടിക്കാണോ ഇവിടെ കൂടുതൽ സൗന്ദര്യം? എനിക്കല്ല, ശ്രീകുട്ടിക്കാണ് സൗന്ദര്യം എങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലോഡ് കുങ്കുമപ്പൂ ഇവിടെ ഇറക്കണം. ഒരു ലോഡ് കുങ്കുമപ്പൂ? അതിനൊക്കെ എത്ര രൂപയാവുന്ന അറിയുമോ? അതായത് എനിക്ക് ശ്രീകുട്ടിയുടെ അത്ര സൗന്ദര്യം ഇല്ലെന്നാണ് എന്റെ അർത്ഥം, അല്ലേ? എടി, ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞതേ മനസ്സിന്റെ ഉള്ളിലാണ്, മനസ്സിലായോ? ഓ, മനസ്സിനുള്ളിലാന്നൊക്കെ പറയണേ ഒരു കവിത എഴുതുമ്പോ കൊള്ളാം, അല്ലാതെ റിയൽ ലൈഫിൽ അതൊന്നും പറ്റൂല. എടി, എന്താണ് പ്രശ്നം? പറ നീ. ഇപ്പൊ തന്നെ നോക്ക്, നിനക്ക് അമിതാഭ് ബച്ചൻ ഇഷ്ടമല്ലേ? അല്ലേ? അമിതാഭ് ബച്ചനാണെങ്കിൽ എന്നെക്കാൾ ഭംഗിയുണ്ട്, നിറവുണ്ട്, അതെ, നല്ല ഹൈറ്റും ഉണ്ട്. നിനക്ക് അമിതാഭ് ബച്ചനാണ് എന്നെയാണ് കൂടുതൽ ഇഷ്ടം? പറയടി. രവിയേട്ടനെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. എടി, സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ജനിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് സുന്ദരി നീ തന്നെയാണ്. നിന്നെക്കാൾ സുന്ദരിമാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എന്റെ കണ്ണിൽ കണ്ടതിൽ ആദ്യം സുന്ദരി ഞാൻ എന്റെ മണിക്കുട്ടി തന്നെയാണ്.
ഇതൊക്കെ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞതേ നമ്മളെ കാണുന്ന കണ്ണിന്റെ പ്രത്യേകതയാണ്. നീയാണ് സുന്ദരി. എന്ത്